സംസ്ഥാനത്ത് ആശങ്കയേറ്റി അമീബിക് മസ്തിഷ്ക ജ്വരം. ഇന്നലെ മലപ്പുറം സ്വദേശിയായ 13-കാരന് കൂടി രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 22 പേരാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 12 പേരുമാണ് ചികിത്സയിലുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളുടെ എണ്ണം കൂടുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപാട് പേരുണ്ട്. നിയമസഭയിൽ അടക്കം കയറിയ വിഷയമാണ്. എന്താണ് സാഹചര്യം? റോഷ്നി, കീർത്തന, ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഒരു 13 വയസ്സുകാരന് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ മലപ്പുറം സ്വദേശിയായ കുട്ടി. ഈ കുട്ടിക്ക് 16-നാണ് ആദ്യം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. പിന്നീട് ഗുരുതരമായതിനെ തുടർന്ന് ഈ മാസം 19-ന്, അതായത് മിനിഞ്ഞാന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിച്ചത്. നിലവിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 പേർ ചികിത്സയിൽ ഉണ്ട്. ഒരാൾ കോഴിക്കോട്, മറ്റൊരാൾ ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. അങ്ങനെ 11 പേരാണ് കോഴിക്കോട് മാത്രം ചികിത്സയിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷ്നി, കഴിഞ്ഞ ഒരു മാസത്തിനിടെ, 1.5 മാസത്തിനിടെ ഏതാണ്ട് 7 പേർ കോഴിക്കോട് മാത്രം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രായഭേദമന്യേ രോഗം വരുന്നു, പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല തുടങ്ങിയ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹോട്ടൽ ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. പന്നിയങ്കരയിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് മരിച്ചത്. റഹീം എന്നാണ് പേര്. തൃശൂർ സ്വദേശിയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതേ ഹോട്ടലിലെ മറ്റൊരു ജീവനക്കാരനും കഴിഞ്ഞയാഴ്ച മരിച്ചിരുന്നു. ഇയാൾക്ക് ഏത് രോഗം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ മരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഒരു ഹോട്ടലിലെ തന്നെ 2 ജീവനക്കാർ അടിക്കടി മരണത്തിന് കീഴടങ്ങിയ സാഹചര്യം കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് അയാളും മരിച്ചത് എന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംശയിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ഇങ്ങനെ അടിക്കടി രോഗബാധ സ്ഥിരീകരിക്കുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു, ഉറവിടം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് ആശങ്കയായി നിലവിൽ നിലനിൽക്കുന്നത്. റോഷ്നി, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.